ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹിമയെ ഇല്ലാതാക്കാൻ വേണ്ടി ഗോപാൽജി ഗുണ്ടകളെ ഏർപ്പാടാക്കുകയാണ്. അക്കാര്യം സഞ്ജയ് സ്വപ്നയെ വിളിച്ച് പറയുകയാണ്. അങ്ങനെ വക്കീലിൻ്റെയും മഹിമയുടെയും റിസപ്ഷനൊക്കെ ഗംഭീരമായിട്ട് നടത്തുകയാണ് കേട്ടോ. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് സ്വപ്നയ്ക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ സ്വപ്നയുടെ ഫോണിലേക്ക് സഞ്ജയ് വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാനും അമ്മയും ഇനി ഇവിടെ നിൽക്കുന്നു, ഞങ്ങൾ ഇപ്പം തന്നെ പോയാലോ എന്നാണ് വിചാരിക്കുന്നത്. എനിക്കിതൊക്കെ കാണുമ്പോൾ ദേഷ്യമാണ് വരുന്നത് എന്ന് പറയുമ്പോൾ, നിങ്ങൾ അവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്. അതെന്താ സഞ്ജുവേട്ടാ അങ്ങനെ പറഞ്ഞത് എന്ന് സ്വപ്ന ചോദിക്കേട്ടോ. അപ്പോൾ സഞ്ജയ് കാര്യങ്ങൾ പറയണേ, ഡാഡിക്ക് ആ മഹിമ ചെയ്ത പ്രവൃത്തി ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മഹിമയെ ഇല്ലാതാക്കാൻ വേണ്ടി ഡാഡി കുറച്ച് ഗുണ്ടകളെ പുറത്തു നിന്നും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നീയും അമ്മയും അവിടെ നിൽക്കണമെന്നില്ല, നീ എന്തായാലും വീട്ടിലേക്ക് പോവാൻ നോക്ക് എന്ന് പറയട്ടോ. അത് പറ്റില്ല, മഹിമ ഇവിടെ കിടന്ന് പെടഞ്ഞു തീരുന്നത് എനിക്കിന്ന് കാണണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ല സ്വപ്നെ, നീ അവിടെ നിൽക്കുന്നത് അപകടമല്ലേ? അവിടെ അടിയും പിടിയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ മുന്നിലേക്ക് ആരൊക്കെയാണോ വരുന്നത് അവരെയൊക്കെ വെട്ടി വീഴ്ത്തിക്കോളാനാണ് ഡാഡി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നീ അവിടെ നിൽക്കുന്നത് അപകടമല്ലേ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ സ്വപ്ന പറയണ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഞാൻ എന്തായാലും പോവാൻ ഉദ്ദേശിക്കുന്നില്ല സഞ്ജുവേട്ടാ, എനിക്കിത് കാണണം എന്ന് പറയണേ. എങ്കിൽ നീ ഒന്ന് സൂക്ഷിച്ചേക്കും മോളെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ. അപ്പോൾ സഞ്ജയ്ക്ക് ഇതൊക്കെ വിളിച്ചു പറഞ്ഞതിന് സ്വപ്ന താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് വെക്കുന്നത്. അങ്ങനെ സ്വപ്ന ആകാംക്ഷയോട് കൂടി മഹിമയ്ക്ക് അപകടം പറ്റി വീഴുന്നത് കാണാൻ വേണ്ടി സന്തോഷത്തോടു കൂടി നിൽക്കാൻ കേട്ടോ. ഈ സമയം സ്വപ്നയുടെ അടുത്തേക്ക് ഗിരി വരികയാണ്. അപ്പോൾ ഗിരിക്ക് എന്തൊക്കെ സംശയങ്ങൾ തോന്നുകയാണ്. ഇവളുടെ സംസാരം ആരോടായിരിക്കും ഇവൾ ഫോണിൽ സംസാരിച്ചത് എന്നൊക്കെ. അങ്ങനെ അവളുടെ ഫോൺ വാങ്ങുകയാണ് കേട്ടോ. നിന്നോടല്ലടി ഞാൻ പറഞ്ഞത്, നീ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ, ദേ ഗിരിയേട്ട, ഈ ഫോണിൽ തൊട്ട് പോവരുത്, ഇത് ഗിരിയേട്ടൻ വാങ്ങിച്ചു തന്ന ഫോണൊന്നുമല്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മോശമായിട്ട് തന്നെ ഗിരിയെ ഒരു ബഹുമാനവും ഇല്ലാതെയാണ് സ്വപ്ന ആ സമയത്ത് സംസാരിക്കുന്നത്. അപ്പോൾ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഗിരിയേട്ടൻ എന്നെ അങ്ങനെ ഭരിക്കാനൊന്നും വരണ്ട, എനിക്കറിയാം എങ്ങനെ ജീവിക്കേണ്ടത്, ഗിരിയേട്ടൻ എൻ്റെ കാര്യം നോക്കണ്ട എന്ന് പറയുമ്പോൾ, എൻ്റെ വീട്ടിൽ ജീവിക്കുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് ഗിരി പറയുമ്പോൾ, എനിക്ക് സൗകര്യമില്ല എന്ന് സ്വപ്ന പറയട്ടോ. അത് കേൾക്കുമ്പോൾ ഗിരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ ഗിരി സ്വപ്നയെ അടിക്കാൻ വേണ്ടി കൈ ഒങ്ങുമ്പോഴത്തേക്കും അവിടേക്ക് വക്കീൽ വരിക കേട്ടോ. ഗിരി എന്ന് പറഞ്ഞ് അങ്ങ് തടയുകയാണ്. എന്താ ഗിരി കാണിക്കുന്നത്? നല്ലൊരു ദിവസമായിട്ട് വെറുതെ കുടുംബക്കാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ സ്വപ്ന പരിഹസിച്ചുകൊണ്ട് പറയണ, ഓ നമ്മളിപ്പോൾ കുടുംബക്കാരാണല്ലോ, അത് ഞാൻ അങ്ങ് മറന്നുപോയി, എന്തായാലും കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് വക്കീലിന് കൈ കൊടുക്കുക കേട്ടോ സ്വപ്ന. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ വക്കീല് സ്വപ്നയ്ക്ക് കൈ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പറയണേ, ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഗിരിക്കും വക്കീലിനും ഒരു ചെറിയ സംശയം വരികയാണ്. എന്നിട്ട് സ്വപ്ന പറയണേ, ഇത് നിനക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രാത്രി ആവട്ടെ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സ്വപ്ന അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഗിരിയും വക്കീലും കൂടി സംസാരിക്കുകയാണ്. അല്ല, ഇവൾ എന്തോ ഈ പറഞ്ഞതിൽ എന്തോ ഒരു സംശയമുണ്ടല്ലോ, എന്തോ ഒരു അർത്ഥം വെച്ചതുപോലെയുണ്ടല്ലോ എന്ന് മുകുന്ദം ഗിരിയോട് ചോദിക്കുമ്പോൾ, എനിക്കും അങ്ങനെ തോന്നി, അവൾ അങ്ങനെ നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്നൊന്നും ആഗ്രഹിക്കുന്നവരല്ല, ഇതിലെന്തോ ഒരു പന്തികേടുണ്ട് എന്ന് പറയണം. മുകുന്ദം പറയണ, അല്ല മനുഷ്യരല്ലേ, എപ്പോഴാണ് മനസ്സ് മാറുന്നത് എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗിരി പറയണ, അവളതിന് മനുഷ്യനല്ലല്ലോ, അവളൊരു പിശാചാണെന്ന് പറയട്ടോ. അപ്പോൾ ഗിരിക്കാണെങ്കിലും അവിടെ വന്നവരിൽ 2-3 പേരെ ഒരു പന്തികേട് പോലെ തോന്നുന്നതുമുണ്ട്. അപ്പോൾ വക്കീലിനോട് ചോദിക്കുകയാണ്, അല്ല നിനക്ക് പരിചയമുള്ളവരാണോ ഈ വന്നിരിക്കുന്ന ആളുകൾ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും പരിചയമില്ല. ഗിരി പറയണേ, എനിക്കെന്താ അവരിലൊരു പന്തികേട് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ വരുന്നിടത്ത് വെച്ച് നോക്കാം, നമ്മളെല്ലാവരും ഇല്ലേ എന്ന് ഗൗരിയമ്മ ക്ഷണിച്ചിട്ട് വന്ന അതിഥികൾ കൂടി പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ 4 പേരും കൂടി അവരെ വാച്ച് ചെയ്യുന്നുണ്ട്, ഗുണ്ടകളെ ഒന്ന് നിരീക്ഷിക്കുന്നുണ്ട്, ഇവർ എന്തോ ഒരു പന്തികേടുണ്ട് എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ മഹിമയ്ക്കും വക്കീലിനും സ്റ്റേജിൽ കയറി എല്ലാവരും സമ്മാനമൊക്കെ കൊടുക്കാൻ കേട്ടോ. ആ സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഈ ഗുണ്ടയും സമ്മാനവുമായിട്ട് ചെല്ലുകയാണ്. ഒപ്പം തന്നെ ഒരു കത്തിയുമായിട്ടാണ് കേട്ടോ അയാൾ ചെല്ലുന്നത്. അങ്ങനെ സമ്മാനം അങ്ങ് മാറ്റിയതോടു കൂടി ഗുണ്ട മഹിമയെ ആഞ്ഞു കുത്താൻ വേണ്ടി കത്തി അങ്ങ് എടുത്ത് കുത്താൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ ഗിരി അങ്ങ് വരികയാണ്. എന്നിട്ട് ഗിരി ആ കൈ അടിച്ച് വളച്ചൊടിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗുണ്ടയുടെ കയ്യിൽ നിന്നും ആ കത്തി താഴേക്ക് വീഴുകയാണ്. അപ്പോൾ മുകുന്ദനും മഹിമയും ആകെ ഞെട്ടി ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. മഹിമയെ ഇല്ലാതാക്കാനാണ് അവർ വന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ ഗിരിയുടെ കയ്യിൽ നിന്നും കണക്കിന് ആ ഗുണ്ടകൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഗുണ്ടയുടെ കയ്യിലുള്ള കത്തി വെച്ച് ഗിരിക്ക് ഒരു കയ്യിലേക്ക് ഒരു വെട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയ്യിൽ നിന്ന് ഒരുപാട്
ഒരുപാട് ചോരയൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗുണ്ടകൾ അവശയായിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. ആരാണ് നിങ്ങളെ പറഞ്ഞയച്ചത് എന്നുള്ളത് ചോദിക്കാനോ ആ സമയത്ത് കഴിയുന്നില്ല. അപ്പോഴത്തേക്കും ഗുണ്ടകൾ ഓടി രക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഗിരിയുടെ കയ്യിൽ നിന്നും ചോര വരുന്നത് കണ്ട് വക്കീലും മഹിമയും ഓടി വരികയാണ് കേട്ടോ. എന്താ ഗിരിയേട്ട, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, അതിന് മാത്രം അധികമുള്ള മുറിവൊന്നുമില്ല, ഇതൊന്ന് കിട്ടിയാൽ തന്നെ ഈ ചോര അങ്ങ് വരുന്നത് നിൽക്കുമെന്ന് പറയാണ്. അങ്ങനെ ഗുണ്ടകൾ പോയ ശേഷം ആരായിരിക്കും ഈ ഗുണ്ടകളെ പറഞ്ഞയച്ചിട്ടുണ്ടാവുക എന്നുള്ള സംശയം വരികയാണ്. ഗോപാൽജിയും സഞ്ജയും ശാലിനിയാണെങ്കിലോ എന്തായി കാര്യങ്ങൾ എന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോട് കൂടി കാത്തു നിൽക്കുകയാണ്. ആ സമയത്താണ് ഗുണ്ട ഫോണിലേക്ക് വിളിച്ച് കാര്യം പറയുന്നത്. ഞങ്ങൾക്ക് മഹിമയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഗിരി ഞങ്ങളെ എല്ലാവരും അടിച്ചോടിച്ചു എന്ന് പറയുമ്പോൾ ഗോപാൽജിക്ക് അങ്ങ് ദേഷ്യം വന്ന് നീയൊക്കെ ഒരു ഗുണ്ടയാണോ, നാണമില്ലേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ സഞ്ജയ് പറയണേ, കണ്ടില്ലേ ഈ ഒരു സംഭവം തന്നെയാണല്ലേ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ അവനൊരു സംഭവമായത് കൊണ്ടല്ലേ ഞാൻ അവനെ കൂടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ശാലിനി പറയണേ, എത്ര കാലം എന്ന് വെച്ചാൽ ഗിരിയെ നമ്മളെ കൂടെ നിർത്തുക, അഞ്ജു നമ്മളെ കൂടെ തന്നെ അന്വേഷണവുമായിട്ടുണ്ട്, അവളെങ്ങാനും എല്ലാ സത്യവും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പോലും കഴിയില്ല, അത് കഴിഞ്ഞാൽ ഗിരി നമ്മളെ കൂടെ നിൽക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറയട്ടോ. അപ്പോൾ ഗോപാൽജി പറയണേ, അത് ആരും ഒഴിവാക്കും, നീ ഒഴിവാക്കുവോ ഗിരി, അതോ ഈ നിൽക്കുന്ന സഞ്ജയ് ഒഴിവാക്കുവോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും തലയും താഴ്ത്തി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഗോപാൽജി പറയണേ, അവനെ ഒഴിവാക്കണമെങ്കിൽ ഇരട്ട ചങ്കുള്ളവൻ വരണം, അങ്ങനെ ഒരാൾ വരുന്നത് വരെ നമുക്ക് കാത്തിരുന്നേ മതിയാവും. തൽക്കാലം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒളിഞ്ഞും മറിഞ്ഞുമെന്ന് അവന്റെ കുടുംബത്തെ മാനസികമായി തകർക്കുക, അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. കേൾക്കുന്ന സമയത്ത് ശാലിനിക്കും സഞ്ജയ്ക്കും അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്, അവനെ അത്ര പെട്ടെന്നൊന്നും തീർക്കാൻ കഴിയില്ല, അവനെ തീർക്കാൻ അച്ഛൻ പറയുന്നത് പോലെ ഒരു ഇരട്ട ചങ്കുള്ളവൻ വരണം, അതുവരെ നമുക്ക് കാത്തിരിക്കാം, അതുവരെ കുടുംബത്തിനെയും മഞ്ജുവിന്റെ കുടുംബത്തിന്റെയും സമാധാനം കളയണം, അത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഗോപാൽജി മഞ്ജുവിനെ തകർക്കാൻ വേണ്ടി അടുത്ത പ്ലാൻ തയ്യാറാക്കാൻ പോവുകയാണ്. പിന്നീട് മഹിമയുടെയും വക്കീലിന്റെ ഒക്കെ റിസപ്ഷൻ ഭംഗിയായിട്ട് തന്നെ ആഘോഷമായിട്ട് തന്നെ ഡാൻസും പാട്ടും എല്ലാമായിട്ട് ആഘോഷമായി നടന്നു കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഈ സമയം മഞ്ജു മഹിമയെ കണ്ട് ചില കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. മഹിമ, ഇനി ഇതുവരെ വക്കീലിനോട് പെരുമാറിയത് പോലെയൊന്നും ഇനി മുകുന്ദനോട് പെരുമാറരുത്, വക്കീല് എന്നുള്ള ആ വിളിയൊക്കെ നിർത്തണം, എന്നിട്ട് മുകുന്ദേട്ട എന്ന് വിളിക്കണം. അപ്പോൾ അതിനൊന്നും എന്നെ കിട്ടില്ല ചേച്ചി എന്ന് പറയുമ്പോൾ നീ ഞാൻ പറയുന്നതാണ്ട് അനുസരിച്ചാൽ മതി, ഇതുവരെ നീ വക്കീലിനെ കണ്ടതുപോലെയല്ല, ഇപ്പോൾ അവൻ നിന്റെ ഭർത്താവാണ്, അപ്പോൾ അതിനുള്ള ബഹുമാനവും ആ സ്നേഹവും ഒക്കെ നീ അവന് കൊടുക്കണം എന്ന് പറഞ്ഞ് മഞ്ജു ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മഹിമ മഞ്ജു പറയുന്ന എല്ലാ ഉപദേശങ്ങളും അങ്ങ് കേട്ടോണ്ട് നിൽക്കുകയാണ്. മഹിമ വക്കീലിന്റെ റൂമിലേക്ക് പാലുമായിട്ട് ആദ്യ രാത്രി ആഘോഷിക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് വക്കീലിന്റെ കയ്യിൽ ആ പാൽ ഗ്ലാസ് കൊടുക്കുകയാണ്. അപ്പോൾ വക്കീലാണെങ്കിലോ നാണത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. തിരിച്ച് മഹിമയും മഞ്ജു പറഞ്ഞതുപോലെ നാണം അഭിനയിച്ചുകൊണ്ടാണ് കേട്ടോ ചെല്ലുന്നത്. എന്നിട്ട് മുകുന്ദേട്ട എന്ന് വിളിക്കുന്ന സമയത്ത് വക്കീൽ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്താ നീ വിളിച്ചത് മുകുന്ദേട്ട എന്ന്, എന്താ നീ പതിവില്ലാതെ ഇപ്പോൾ മുകുന്ദേട്ട എന്നൊക്കെ വിളിക്കുന്നത്, അത് വക്കീലിപ്പോൾ എൻ്റെ ഭർത്താവല്ലേ, അപ്പോൾ അതിനുള്ള ബഹുമാനമൊക്കെ തരണമെന്ന് എന്നോട് ചേച്ചി പറഞ്ഞു എന്ന് പറയും. മുകുന്ദ പറയാണ്, അതെ എന്നെ നീ മുകുന്ദേട്ട എന്നൊന്നും വിളിക്കേണ്ട, ഇതുവരെ നീ എന്താണോ വിളിച്ചത് വക്കീൽ എന്നല്ലേ, ആ വിളി കേൾക്കാൻ ഒരു സുഖമുണ്ട്, അതുകൊണ്ട് അത് തന്നെ മതി. പിന്നെ നിനക്ക് ഈ നാണം പിടിച്ച ഈ മുഖമുണ്ടല്ലോ, ഇത് നിനക്ക് ചേരുന്നില്ല, നീ എന്നും എന്നോട് പെരുമാറുന്നത് പോലെ അങ്ങ് പെരുമാറിയാൽ മതി എന്നങ്ങ് പറഞ്ഞതോടുകൂടി മഹിമ ഓ ആശ്വാസമായി, എൻ്റെ ചേച്ചി പറഞ്ഞതുപോലെയാണ് നാണമൊക്കെ അഭിനയിച്ചത്, ഇപ്പോൾ എനിക്ക് സമാധാനമായി എന്ന് പറയട്ടോ. എന്നാൽ വക്കീലിൻ്റെ അടുത്ത പരിപാടി എന്താ എന്ന് ചോദിക്കുമ്പോൾ, എന്താ അടുത്ത പരിപാടി, ഞാൻ ഈ പാല് കുറച്ച് കുടിക്കും, എന്നിട്ട് നീയും കുടിക്കും, എന്നിട്ട് എന്താ വക്കീലെ പരിപാടി എന്ന് ചോദിക്കുമ്പോഴൊക്കെ വക്കീൽ നാണത്തോടു കൂടി പറയുകയാണ്, പിന്നെ എന്താ നമ്മൾ ലൈറ്റ് ഓഫാക്കും, പിന്നെ എന്താ വക്കീലെ. അപ്പോൾ വക്കീൽ പറയണേ, പിന്നെ എന്തുണ്ടാവാനാണ്, നല്ല കുട്ടികളായിട്ട് കിടന്നങ്ങ് ഉറങ്ങും പറയുമ്പോൾ മയങ്ങ് ഞെട്ടലോട് കൂടി ചോദിക്കുകയാണ്, അതെന്താ വക്കീലെ, നമ്മുടെ ആദ്യ രാത്രിയല്ലേ ഇന്ന് എന്ന് പറയുമ്പോൾ ആദ്യ രാത്രിയൊക്കെ തന്നെയാണ് എന്ന് കരുതിയിട്ട് നീ ഇപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല, നീ മര്യാദക്ക് കിടന്നുറങ്ങാൻ നോക്ക്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, നിന്റെ ചേച്ചിയുടെയും അച്ഛൻ്റെയും ഏറ്റവും വലിയ മോഹമായ നിൻ ഡോക്ടറായി കാണണം എന്നുള്ളത്, അത് ആദ്യം നടക്കട്ടെ, അതുവരെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ അത് പിന്നെ വക്കീലെ എന്ന് പറയുമ്പോൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട, ലൈറ്റ് ഓഫ് ആക്കിയിട്ടേ ഉറങ്ങാനുള്ള പരിപാടി നോക്കി എന്ന് പറയട്ടോ. അപ്പോൾ മഹിമ പറയണേ, ഈ വക്കീലെ ഒട്ടും റൊമാൻറ്റിക് അല്ല എന്ന് പറയുമ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയ്ക്കുള്ള റൊമാൻറ്റിക് മതി, മര്യാദക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണെ എന്ന് പറഞ്ഞ്
പറഞ്ഞ് മഹിമ ദേഷ്യം പിടിച്ച് കട്ടിലിൽ കിടക്കുകയാണ്. എന്നിട്ട് മഹിമയുടെ ആ കുസൃതി കാണുന്ന സമയത്ത് വക്കീലിന് ഇങ്ങനെ പുഞ്ചിരിയോട് കൂടി വക്കീൽ ലൈറ്റ് ഓഫാക്കിയിട്ട് അവർ ഉറങ്ങാൻ കിടക്കണം.